മധ്യപ്രദേശ് ഭോപ്പാലിൽ നടിയും മോഡലുമായ ട്വിഷ ശർമ്മയുടെ മരണത്തിൽ ഡമ്മി പരിശോധന 80 കിലോഗ്രാം തൂക്കമുള്ള ഡമ്മി ഉപയോഗിച്ചാണ് സിബിഐ പരിശോധന നടത്തുന്നത്. മെയ് 12-നാണ് ട്വിഷയെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ട്വിഷയുടെ ഭർത്തൃമാതാവായ മുൻ ജഡ്ജി ഗിരിപാല സിംഗ് കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സോന ജോസഫ് ചേരുന്നു. സോന, വലിയ വിവാദങ്ങൾ വഴിവെച്ച ഒരു സംഭവമായിരുന്നു ട്വിഷ ശർമ്മ ജീവനൊടുക്കിയത്. ഇതിപ്പോൾ സിബിഐയുടെ നേതൃത്വത്തിൽ ഡമ്മി ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അഖില, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ ഒരു മരണമായിരുന്നു ട്വിഷ ശർമ്മയുടേത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു ഡമ്മി പരിശോധന നടത്തിയത്. ഈ ട്വിഷ ശർമ്മ മരിച്ചതെന്ന് പറയുന്നത് അവരുടെ ഭർത്തൃവീട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ ഭർത്തൃവീട്ടിൽ ഈ കേസിലെ പ്രതികളായ ട്വിഷ ശർമ്മയുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്തൃമാതാവും മുൻ ജഡ്ജിയുമായിട്ടുള്ള അവരെ കൂടെ സ്ഥലത്തെത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡമ്മി പരിശോധന നടത്തിയത്. ട്വിഷ ജീവൻ ഒടുക്കിയതെന്നായിരുന്നു ഈ പ്രതികൾ നൽകിയ മൊഴി. അപ്പോൾ അതുപ്രകാരം ഈ പ്രതികൾ പറഞ്ഞിരുന്നു, അതായത് ഈ ഭർത്താവാണ് ഈ തൂങ്ങിയ ട്വിഷയെ അവിടെ നിന്നും ഇറക്കിയതും അതുപോലെ തന്നെ കഴുത്തിലെ കെട്ടഴിച്ചത് ഈ ഭർത്തൃമാതാവാണെന്നും ഈ രണ്ട് പ്രതികളും മൊഴി നൽകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഡമ്മി പരിശോധന നടത്തിയത്. 80 കിലോഗ്രാം ഭാരമുള്ളൊരു ഡമ്മിയാണ് ഇതിനായി CBI ഉപയോഗിച്ചത്. അതുപോലെ തന്നെ തൂങ്ങിയെന്ന് പറയപ്പെടുന്ന ഒരു കയറും അതിന് ഈ 80 കിലോഗ്രാം ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പരിശോധിച്ച് വന്നിരുന്നത്. എന്തായാലും അവിടുത്തെ ഡമ്മി ടെസ്റ്റ് പൂർത്തിയായിരിക്കുകയായിരുന്നു. കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ഈ രണ്ട് പ്രതികളെയും CBI ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇത്തരത്തിലുള്ളൊരു പരിശോധന നടത്തിയത്. ശരി സോന, ഇതോടെ ന്യൂസ് ആഫ്റ്റർനൂൺ പൂർണ്ണമാകുന്നു.